ജനസേവനം ലക്ഷ്യമിട്ട് പണവും പ്രതാപവുമുള്ള പലരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുമ്പോൾ തലസ്ഥാനത്ത് അവർക്കിടയിൽ ഒരാളുണ്ട്, ഒരു സാധാരണക്കാരി. സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് ശക്തി സംഭരിച്ച് ജനവിധി തേടുകയാണ്. പ്രതിസന്ധികളെ ചെറിയ പുഞ്ചിരിയോടെ നേരിടുന്ന ഈ യുവതിയാണ് അരുവിക്കര പഞ്ചായത്തിലെ ഇറയാങ്കോട് വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി. ഇത് ശ്രുതി PS, അരുവിക്കര പഞ്ചായത്തിലെ ഇറയാംകോട് വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി. നിറച്ചിരിയോടെയാണ് ഓരോ ദിവസവും തന്റെ പ്രചരണം തുടങ്ങുന്നത്. വാർഡിന്റെ മുക്കിലും മൂലയിലും എത്തിയാൽ ആ പുഞ്ചിരി മായും. മറ്റൊന്നും കൊണ്ടല്ല, ഈ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയൊരു ജീവിത പോരാട്ടത്തിലാണ് ശ്രുതി. ഈ കാണുന്നതാണ് ശ്രുതിയുടെ വീട്. 4 ചുള്ളിക്കമ്പുകളിൽ തകരശീറ്റും ടാർപോളിനും വലിച്ചു കിട്ടിയൊരു കുടിൽ. മഴ പെയ്താൽ ചോർന്നൊലിക്കും. കാറ്റിന്റെ ശക്തി കൂടിയാൽ എപ്പോൾ വേണമെങ്കിലും ഇതെല്ലാം പറന്നു പോകും. അടച്ചുറപ്പില്ലാത്ത ഈ കുടിലിലാണ് ശ്രുതിയും കുടുംബവും കഴിഞ്ഞ 2 വർഷത്തോളമായി കഴിയുന്നത്. ഇവിടെ ഒരു ഞെർക്ക് വീണായിരുന്നു, SC വാർഡായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ എന്നെ അവർ സ്ഥാനാർത്ഥിയിട്ട് BJP പാർട്ടിക്കാരെ നിർത്തി. ഇത് 2 വർഷം നമ്മളിവിടെ താമസിച്ചു. 12 വർഷം വരെ വാടക വീടായിരുന്നു. 2 മക്കളും ഭർത്താവും ഞാനും. ഞാൻ വീട്ടു ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഹസ്ബൻഡ് ഇതാണ്, പാർട്ടിയിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ഭരണ സംവിധാനങ്ങൾ തനിക്ക് മുന്നിൽ മുഖം തിരിച്ചതുപോലെ മറ്റൊരാൾക്കും ഈ ദുരിതമുണ്ടാകരുതെന്ന ചിന്തയാണ് തന്നെ പോരാട്ടത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് ശ്രുതി. എന്നെ പോലെയാണല്ലോ എൻ്റെ നാട്ടുകാരും. അത് വിഷമത്തിൽ നിന്ന് വന്ന ആളാണ്. എനിക്ക് ബുദ്ധിമുട്ടെല്ലാം അറിയാൻ ഞാൻ പഞ്ചായത്ത് വർഷങ്ങളോളം കയറി ഇറങ്ങണം. ഈ നമ്മുടെ കഴിഞ്ഞ മുമ്പ് ഇറങ്ങിയ ശേഷം ഞാൻ വർഷങ്ങളോളം കയറി ഇറങ്ങിയാണ് ഇത് വീടിന് വേണ്ടിയിട്ട്. ഇതുവരെ തന്നില്ല. അപ്പോൾ അതേപോലെ കുറേ ആൾക്കാർ ഞാൻ പോയി പ്രചരണത്തിന് പോയപ്പോൾ കുറേ പേരെ കണ്ടു. അതേപോലെ അവരെയും കാക്കണമെന്നുള്ളൊരിതുണ്ട്. SC വാർഡായ ഇറയാംകോടിൽ LDFന്റെ അജേഷ്, UDFന്റെ സുജാത എന്നിവരാണ് ശ്രുതിയുടെ എതിരാളികൾ. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തോറ്റാലും ജീവിത പോരാട്ടത്തിൽ തോൽക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ശ്രുതി മുന്നോട്ടു പോകുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.